RSSനും സംഘപരിവാർ വിഭാഗങ്ങൾക്കും പൂർണ്ണമായി കീഴടങ്ങി അതൊരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. വന്ദേമാതരം മുഴുവൻ പാടണമെന്ന നിർദ്ദേശം താഴത്തേക്ക് നൽകിയത് ചീഫ് സെക്രട്ടറിയാണ് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ഞാനന്ന് വ്യക്തമാക്കിയതാണ്. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യം. മുഖ്യമന്ത്രി സംസാരിച്ചത് മുഴുവൻ പാടിയില്ല എങ്കിൽ 3 വർഷം തടവ് ശിക്ഷ ലഭിക്കും എന്ന മുന്നറിയിപ്പ് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പറയുകയാണ്. എന്നാൽ നിയമത്തിൽ അങ്ങനെ പറയുന്നില്ല എന്ന കാര്യവും എല്ലാവർക്കും അറിയാം. പാടുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്താനോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനോ പാടില്ല എന്ന് മാത്രമാണ് നിയമത്തിൽ പറയുന്നത്. നിയമത്തിൻ്റെ കോപ്പി എല്ലാവരുടെയും കയ്യിൽ ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ബിജോയ് ഇമാനുവൽ കേസ് കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കേസാണ് മുമ്പ്. അതിന് താഴെ കോടതി കഴിഞ്ഞ് ഹൈക്കോടതിയും കഴിഞ്ഞ് സുപ്രീം കോടതി കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്, ഭരണഘടനാപരമായിട്ട് തന്നെ. അന്ന് പറഞ്ഞത് എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ചാൽ മതി. അതെല്ലാം ഏതെങ്കിലും രീതിയിൽ അലോസരപ്പെടുത്താനോ തടസ്സപ്പെടുത്താനോ പാടില്ല. അതിന് 2 ഭാഗം അന്നും തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ആവിഷ്കാര സ്വാതന്ത്ര്യം 19(1)(a) ഭരണഘടന അനുസരിച്ച്. 2, അവരുടെ മതപരമായ സ്വാതന്ത്ര്യം 25(1). ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ബിജോയ് ഇമാനുവൽ കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് പാലിക്കണം എന്ന കാര്യം പറഞ്ഞപ്പോൾ അത് തിരുത്തുമോ എന്ന് പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി കൃത്യമായ മറുപടി പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ വന്ദേമാതരം മുഴുവനായി പാടേണ്ടതില്ല എന്ന് പറയാൻ മുഖ്യമന്ത്രി ഇപ്പോഴും തയ്യാറല്ല. ഞാനിത് എടുത്തു പറയുന്നത് പഴയ കാലം മുതൽ, ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ 2 ചരണങ്ങൾ മാത്രം, ആദ്യത്തെ 2 ഭാഗം മാത്രം പാടിയാൽ മതി എന്ന നിലപാട് കോൺഗ്രസിൻ്റെ നിലപാടാണ്. ആ കോൺഗ്രസിൻ്റെ നിലപാട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അതുപോലും പറയാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. കാത്തിരുന്ന് കാണുക എന്ന സസ്പെൻസ് ഇട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞൊഴിഞ്ഞിട്ടുള്ളത്.